ഹായ് ഫ്രണ്ട്സ്, നമ്മൾ എന്നൊരു പുതിയ വീഡിയോയുമായിട്ടാണ് വന്നേക്കുന്നത്. ഇന്ന് ഞാനൊരു ചാലഞ്ചുമായിട്ടാണ് വന്നേക്കുന്നത്. അത് പറയുന്നതനുസരിച്ച് നമ്മളൊരു അക്ഷരം പറയും. ആ അക്ഷരം പറയുന്നതനുസരിച്ച് അതിന്റെ പേര്, സാധനം, ജീവി, സ്ഥലം, ഭക്ഷണം, ഇത്രയും കാര്യങ്ങളാണ് പറയേണ്ടത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമ്മൾ ഇപ്പോൾ തുടങ്ങാൻ പോവുകയാണ്. ഈ ബൗളിൽ നിന്ന് നമുക്കൊരു അക്ഷരം എടുക്കാം. ഓൾറെഡി ഞാൻ ഈ ബൗളിനകത്ത് ഒരു 10-30 അക്ഷരം എഴുതി എടുക്കണം. അതിനകത്ത് ഒരെണ്ണം നമുക്ക് സെലക്ട് ചെയ്യാം. അതിനകത്തുനിന്ന് നമുക്ക് മായ കിട്ടിയേക്കുന്ന ആയില്ല ആ ചെയ്താൽ എല്ലാരും എഴുതി കഴിഞ്ഞ് നമുക്ക് ഓരോരുത്തരെ റിസൾട്ട് ഒന്ന് ചോദിക്കാം. വളരെ പറഞ്ഞു. എന്റെ പേര് മണികണ്ഠൻ, സാധനം മുരളിക, ജീവി മയില്, സ്ഥലം മലപ്പുറം, ഭക്ഷണം മന്തി. ഓ മന്തി ഞാൻ എഴുതിയത് നമ്മുടെ വാർക്ക് നോക്കട്ടെ. ഈ എന്റെ റിസൾട്ട് പറയാം. പേര് മനു, സാധനം മാതളം, ജീവി മാതളോ അത് കഴിക്കുന്നേ ഇല്ലയോ? ഭക്ഷണത്തിൽ വരുന്ന മാതളം. എന്റെ സ്ഥലം മണ്ടോതിരിച്ച് പിന്നെ ആ കഴിച്ചത് മന്തി. നീ അണ്ണന്റെ വഴി. പേര് മാമച്ചൻ, സാധനം മാല, ജീവി മയിൽ, സ്ഥലം മൂവാറ്റുപുഴ, ഭക്ഷണം മാമ്പഴം. എന്തോ അങ്ങനെ മായ ആദ്യം വരുന്നത്. അതുപോലെ ഇദ്ദേഹം എന്താണ് പറയുന്നത്? മാവച്ച് പറയുന്നത് ഇല്ല. ഞങ്ങൾക്ക് പ്രശ്നം പറ്റിയെന്ന് വെച്ചാ അണ്ണനും കഴിച്ചത് മന്തിയും ഞാനും എന്തിയാണ് അന്നേരം 6 മാർക്ക് പോയിട്ടുണ്ട്. പക്ഷെ എനിക്ക് 2 മാർക്ക് പോയിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഇയാടെ 1 മാർക്ക് പോയി. അണ്ണന്റെ 1 മാർക്ക് പോയി. ശരിയായിട്ടുള്ള ടിക്കറ്റ് അത് നമുക്ക് ഫൈനലി മാർക്ക് കൂട്ടാം. എന്നിട്ട് ഇതുവരെ എല്ലാം നമുക്ക് ഇവിടെ ഈ ബോക്സിനകത്ത് ഇത് ആക്കിയിട്ടാണ്. മുരളിക തെറ്റാ അതില്ല. സാധനം മുരളിക എന്തുവോ ഇതൊക്കെ ഞാനിപ്പോ നിയമങ്ങളൊക്കെ നമുക്ക് ഇനി അടുത്ത രാഷ്ട്രീയത്തിലോട്ട് കാണാം. നമുക്ക് താഴെ ചെയ്യാം. നമുക്കിനി എല്ലാവരും എനിക്ക് പേരാരെയും കിട്ടിയില്ല. ജീവി കിട്ടിയത് തവള, സ്ഥലം കിട്ടിയത് തളിപ്പറമ്പ്, പിന്നെ ഭക്ഷണം എനിക്ക് കിട്ടിയിട്ടില്ല. കോപ്പി അടിച്ചൊന്നുമല്ല. എന്റെ പേര് ഞാനിരിക്കുന്ന തോമൻ, സാധനം തോർത്ത്, ജീവി തവള അങ്ങനെ തന്നെ. പിന്നെ സ്ഥലം തങ്കശ്ശേരി, അടുത്ത ഭക്ഷണം തേങ്ങാ ചമ്മന്തി. ഈ അണ്ണന്റെ പേര് തങ്കച്ചൻ, സാധനം ത്രാസ്, ജീവി തവള, സ്ഥലം തിരൂര്, പിന്നെ ഭക്ഷണം തേങ്ങ. ഇതിനകത്ത് മെയിനായിട്ടും ഞങ്ങൾ 3 പേരും ജീവി തവള എഴുതിയിരിക്കുന്നത്. അതിനകത്ത് മാർക്ക് അടുക്കുള്ളൂ. ഓരോരുത്തരും ഞാനേ താ വെച്ച് തന്നെ ആലോചിച്ചോണ്ടാ എനിക്ക് ഇത്രയും കിട്ടിയത്. നിങ്ങൾ എഴുതിയേക്ക് നോക്ക്. തോ തോ തേങ്ങ അങ്ങനെ 3 എണ്ണം കിട്ടി. എനിക്കത് പേരൊന്നും കിട്ടാൻ അതാ എന്താ താ വെച്ച് പറയുകയാണെങ്കിൽ ആ താ വെച്ച് ഉറങ്ങുന്നേ അടിക്കാവൂ. കണ്ടോ, ഞാൻ താ വെച്ച് തവള തോ വന്നെങ്കിലൊക്കെയാ തായും പിന്നെ ഈ പാട്ട് കളിക്കുമ്പോഴും അങ്ങനെ ആര് പറഞ്ഞു? അക്ഷരം വരത്തില്ല. തുടക്കമിടങ്ങളിൽ ഈ ഷാർപ്പ് ഏത് അക്ഷരമാണോ വന്നേക്കുന്ന ആ അക്ഷരം ഞങ്ങളൊക്കെ എത്ര പ്രാവശ്യം ആലോചിച്ചിട്ടുണ്ട്. തല്ല പോയി എന്നിട്ട് കിട്ടുന്നില്ല. അത്രയും പാടായിരുന്നു. എന്തോ ഞങ്ങളൊക്കെ എത്ര പ്രാവശ്യം കളിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ കൊച്ചു കളിക്കുന്നു. ഇത് തോയും തായും ഒക്കെ അത് തന്നെ സാധനം. അത് തന്നെ തായും തോയും എന്ന് പറഞ്ഞാൽ അത് പ്രത്യേക അക്ഷരം ഉണ്ടായി. നിങ്ങൾ കമന്റ് ബോക്സിൽ പറയൂ അത് തെറ്റാണോ ശരിയാണോ എന്ന്. നമുക്ക് അടുത്ത നമുക്ക് ഈ ആണ് നമുക്ക് ആ ഈ വെച്ചുള്ള അക്ഷരം.
എഴുതിയത് എല്ലാവരും ജീവിയാണോ പറ. ഞാൻ എഴുതിയ ജീവിയുടെ പേര് ഈച്ച. പിന്നെ എന്നിട്ട് നമ്മുടെ ഭക്ഷണം ഇഞ്ചംപുളി. അത് കിട്ടില്ല കേട്ടോ, അത് കിട്ടില്ല. എനിക്ക് പിന്നെ എന്നിട്ട് പേര് ഞാൻ ഈഞ്ചപ്പുളി വരത്തില്ല. റോഡാടിക്കാത്ത ഈഞ്ചപ്പുളി ഈഞ്ചപ്പുളിയല്ല, ഈഞ്ചപ്പുളി. ഞാൻ തെറ്റ് അംഗീകരിച്ചു കൊടുക്കും. തെറ്റ് അംഗീകരിക്കാതെ രണ്ടുപേരാണ് ഇരിക്കുന്നത്. നിങ്ങൾ പറഞ്ഞു. എന്റെ പറയാന്ന് വെച്ചാ പക്ഷെ എന്റെ തെറ്റാണോ എനിക്ക് പറഞ്ഞോ. എന്റെ പേര് ഞാൻ ഇതിന് ഈച്ചു എന്ത് എഴുതണത്. പിന്നെ അത് വെച്ചാ പിന്നെ സാധനം ഈരോലി. ഈരോലി പിന്നെ പേനൊക്കെ എടുക്കാതെ ഈരോലി. പിന്നെ സ്ഥലം എഴുതിയിരിക്കുന്ന ഈമൻ പറമ്പ്. പിന്നെ ഈ ചോറ് ഇതായി ഞാൻ പറയാ ഈ ഒരു ചോറ്. അങ്ങനെ വിചാരിച്ചാൽ മതി. ഇനി എന്റത് പേര് ഈപ്പച്ചൻ. അത് കൊള്ളാം. സാധനം ഞാൻ എഴുതിയിട്ടില്ല, ജീവി ഈച്ചയാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ സ്ഥലം ഈരാറ്റുപേട്ട. അതെന്തൊരു സ്ഥലം? അപ്പൊ എനിക്ക് 2 എണ്ണമാണ് ശരിയായിരിക്കുന്നത്. എനിക്കതിനകത്തൊരു പ്രശ്നമുണ്ട്. ഞാൻ എഴുതിയേക്കുന്ന ജീവി ഈച്ചയാ. പിന്നെ നേരത്തെ വന്നാലും പിന്നെ ഞങ്ങളുടെ മാർക്ക് പറയും. എല്ലാരും ഒന്ന് കണക്ക് കൂട്ടിട്ടോ. ഈച്ച വെട്ടണേ കേട്ടോ. എന്റെ ഈമൻ പറമ്പ് പേര് ഈന്തപ്പഴം എന്ന് പറയുന്നതിന് കുഴപ്പമുണ്ട്. ഈന്തപ്പഴം പറഞ്ഞതിന് കുഴപ്പമുണ്ട്. ഈന്തപ്പഴം പറയുന്നതിന് കുഴപ്പമുണ്ട്. എന്തുവാ പേരെന്ത്? ഈന്തപ്പഴം എന്തുവാ? അല്ലല്ല, അത് കഴിക്കുന്നത് അത് പറ്റത്തില്ല. ഈന്തപ്പഴം കഴിക്കുന്നതാണ്ട് പറ്റത്തില്ല. ഇനി ഇങ്ങനത്തെ ഒരു സാധനം ഒന്നും കൊണ്ടുവരല്ലേ. ഒടുക്കത്തെ പാട് കേട്ടോ. മോനെ ഇതോണായിരിക്കും. അതല്ല, ഇതിനകത്ത് ആ സാധനം എടുത്ത് കാണാം. എല്ലാരും ആ പാടാം. നമ്മൾ ഇച്ചിരി ടഫുള്ള എഴുതിയിട്ട് നമുക്ക് അടുത്ത ബൗളിൽ നിന്ന് എടുക്കാം. എപ്പോഴും ഒരാളെടുക്കുന്ന ശരിയാണ്. കുലുക്കി എടുക്കുന്ന ഭയങ്കര പണിയാത്. എന്നാ നമുക്കിനി എഴുതാം. ടൈം വളരെ കുറവാണ്. എനിക്കൊന്നും കിട്ടിയില്ല. ഞാൻ എപ്പോഴും പറയും എനിക്ക് കിട്ടിയില്ലെന്ന്. ഞാൻ ആലോചിച്ച് പോലും നോക്കിയില്ല. ഊവായത് അടുത്ത ആള് പറഞ്ഞു. പേര് ഊച്ചാളി. പേരല്ലത്. ഊച്ചാളി പേര് ഞാൻ നേരത്തെ വന്നതാണ്ട്. സാധന ഊഞ്ഞാൽ. പിന്നെ സ്ഥലം ഊരാരൂർ. ഞാൻ വേറെ പറയട്ടെ. ഞാൻ വേണ്ടത് പറയട്ടെ. അണ്ണനൊന്നും ഇല്ലല്ലേ? അണ്ണൻ പറഞ്ഞു കഴിഞ്ഞല്ലേ? ഞാൻ പറയാം. എന്റെ വാസി തെറ്റാ. ഞാൻ ഊച്ചപ്പ ആ പേര് ഞാൻ ഊച്ചപ്പൻ. അങ്ങനെ പേരില്ല. പിന്നെ ഞാൻ ഒരു സാധനം ഊത്ത്. അത് കറക്റ്റ്. പിന്നെ സ്ഥലം ഊട്ടി. എനിക്ക് കിട്ടാത്ത ജീവി എനിക്കൊന്നും കിട്ടിയില്ല. ഊച്ചാളി പേരാണ്. പിന്നെ എനിക്ക് കിട്ടിലോട്ട് എനിക്ക് ആദ്യം മനസ്സിലായ ഒരു കിട്ടിലൊരു ആയിരുന്നു ഒരു ഭക്ഷണം ഊണ്. അതാ എനിക്ക് കിട്ടിയേ. എന്നാ ഇതുവരെ ഒന്നും കിട്ടിയില്ല. ഞാൻ അടുത്ത് എടുക്കാം. ഈ എണ്ണ എടുക്കും.
ഇതാ, എ ആണ് കിട്ടിയേക്കുന്നത്. നമുക്ക് ഇംഗ്ലീഷാണ് ഇങ്ങനെ മിക്സ്ഡാ മലയാളം ഇംഗ്ലീഷ്. നമുക്ക് ഇനി വെച്ചില്ല. എല്ലാരും സൈഡിൽ മാർക്ക് എഴുതുന്നതെല്ലാം ഇട്ടേക്കണം, അവസാനം കൂട്ടാണ്ട് ഐഡിയോ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ അമ്മ എത്ര ഏതായി പേര് അമൽ, സാധനം എഴുതിയില്ല, ജീവി എഴുതിയില്ല, സ്ഥലം ആലപ്പുഴ, ഭക്ഷണം അമൂൽ. ഈ എന്താ പറയാ എന്റെ പേരും ഫസ്റ്റ് എയില തുടങ്ങുന്നുണ്ട് അഭിനവ് എന്ന് ഞാൻ കൊടുത്തു. എല്ലാവരുടെ അണ്ണന്റെ ആയാലും അണ്ണന്റെ പേരും എല്ലാം ഏകദേശം എയില തുടങ്ങുന്ന എഴുതിയിരിക്കുന്നത്. അതായത് ഞാൻ എഴുതിയ വസ്തു മറ്റേ അലങ്കി, മറ്റേ അലങ്കി എന്താ അറിയാല്ലേ, മറ്റേ സ്ക്രൂ ഡ്രൈവറിന്റെ വേറൊരു ടൈപ്പ് പേര് പറയുന്നതാണ്. പിന്നെ ഇത് നമ്മളെ ജീവി ആന്റി എഴുതി, ആന്റി ചുറുമ്പ്. പിന്നെ സ്ഥലം അഞ്ചാലുമൂട്, അറിയാലേ അഞ്ചാലുമൂടെ അറിയാല്ലേ. പിന്നെ ഭക്ഷണം ആപ്പിൾ. ഈ അണ്ണന്റെ ഞാൻ എന്റെ പേര് തന്നെ എഴുതിയിരിക്കുന്നു ആരോമല് ഏച്ചുള്ള. പിന്നെ ജീവി എഴുതിയത് ആന, അത്രേ ഉള്ളൂ. അങ്ങനെ ജീവി ആന ആനക്ക് ഇംഗ്ലീഷിൽ പോട്ടെ. അല്ല അത് കുഴപ്പമില്ല. മലയാളത്തിലോട്ട് കൺവേർട്ട് ചെയ്യാം. കൺവേർട്ട് ഇംഗ്ലീഷ്. അപ്പൊ പിന്നെ എനിക്ക് എത്ര കിട്ടുമായിരുന്നു? നമുക്ക് അടുത്ത എടുക്കാം. അടുത്ത ഞാൻ എടുക്കാൻ പോയി. നമുക്ക് ഷെയർ ചെയ്തെടുക്കാം, കുടിക്കിട്ടെടുക്കാം. ഞായ കിട്ടിയേ, ഞായ ചേസ്. ഇത് കിട്ടുന്നോ? അല്ല കിട്ടുന്നോ? ഇത് കിട്ടിയിട്ട് തരാം. കുഞ്ഞമ്മ. ഞാൻ എഴുതിയ പേര് നാനി. ഞാനീനെ വിളിക്കുന്നത്, ഞാനീനല്ല വിളിക്കുന്നത്, ഞാനീനെ വിളിക്കുന്നത്, ഞാനി ഞാനി ഞാനി. അവൻ ഞാനാണ് എടുത്തത്. ഞാനി ഇതെന്താന്ന് വെച്ചാൽ ഇയാൾക്ക് പോയിന്റ് കിട്ടണം, നമുക്ക് പോയിന്റ് കിട്ടണ്ടേ. ആപ്പാട് എനിക്ക് കുറവാ പോയിന്റ്, അറിയോ? ഞാന് ഞാൻ എടുത്തിട്ടുണ്ട്. ഞാനീന്ന് ഞാന് ഞാൻ ഈ അച്ഛനെ പറയുന്നത് ഞാൻ വലിയ വായിക്കുന്നത് നാനി. നാനി ഞാൻ പറഞ്ഞില്ല, പേര് പറഞ്ഞിട്ടുണ്ടല്ലോ നാനി. ജീവിയുടെ പേര് നമ്മള് പട്ടി എന്നൊക്കെ വിളിക്കത്തില്ല, എനിക്ക് വേറൊരു പേര് നായ, നായ എന്നൊക്കെ വിളിക്കത്തില്ലേ. പിന്നെ സ്ഥലത്തിന്റെ പേര് നന്ദാവനം. ഞാൻ ബസിന്റെ ബോർഡ് ഞാൻ കണ്ടിട്ടുണ്ട്, നന്ദാവനം. ഞാൻ എഴുതിയോളൂ.
എന്താ പറയാ, ഞാൻ എഴുതിയ പേര് നാരായണൻ. പിന്നെ നാരായണൻ സൂപ്പറാണ്. പിന്നെ സാധനം എഴുതിയിരിക്കുന്ന നാരാണ്. കുഴപ്പമില്ല. പക്ഷെ ഞാൻ രണ്ടാമത്തെ സ്ഥലപ്പേര് സ്ഥലപ്പേര് നെല്ലിം കൊല്ലം ആ ഭാഗത്തുള്ള സ്ഥലമാണ്. നെല്ലിംസ് എന്ന് പറയും. നിങ്ങൾക്ക് അറിയാതിരിക്കും, കൊല്ലം ജില്ലയിലുള്ള അറിയാം. പിന്നെ ഞാൻ ഭക്ഷണം എഴുതിയിരിക്കുന്ന നാരങ്ങ. അണ്ണന്റെ പേര് യൂരൻ. അങ്ങേരിക്ക് കൊടുത്തേരാ. ഓ അങ്ങേരിക്ക് കൊടുത്തേരാ. അയാളെ തെറ്റ് പറയണ്ട. നമുക്കും കൂടെ തെറ്റ് വരാതിരിക്കുമ്പോ ഇതായിരിക്കും. പിന്നെ സാധനം ഞാനൂലെന്ന് വെച്ചാൽ മണ്ണിരയാണ്. മണ്ണിര ജീവിയാ പറയുന്നത്. ജീവി ആയിരുന്നെങ്കിൽ നാദാപുരം ഉണ്ട്. ഞാൻ നന്ദാവനം നാദാപുരം എന്ന് കേട്ടിട്ട്. കൊല്ലം ജില്ലയിലൊക്കെ ഇനി അടുത്ത നമുക്ക് മാർക്ക് ചെയ്തത് പോയിന്റ് കിട്ടാണ് കേട്ടോ. ഇനി അടുത്ത എടുക്കാം. അടുത്ത ഞാൻ എടുക്കാം കൂടെ. എങ്ങനെ സമയം വീഡിയോ അപ്ലൈ ചൂടാണ്. ഞാനിട്ട് ഒരെണ്ണം എടി. പണിയായി. ഇംഗ്ലീഷിൽ അക്ഷരം മലയാളത്തിലോട്ട് അത് ഇംഗ്ലീഷ് ഇപ്പൊ നമുക്ക് ഡി കിട്ടുന്നു. ഇംഗ്ലീഷിൽ എന്ത് വരുന്നേ? ആയോ ആലോചിച്ച് സമയം. എനിക്ക് ഓർമ്മയുണ്ട് ഈ സ്ഥലത്ത് രാജു എഴുതാനോ. പിന്നെ രാജു എഴുതി കൂടി. ഏത് സ്ഥലം അങ്ങനൊന്നുമില്ല. രാജ്യത്തെ പേര് ഞാൻ രാജ്യത്തിന്റെ എഴുതി. എനിക്കാണെങ്കി ഭക്ഷണം എന്തോന്ന് കിട്ടുന്നില്ല. എന്തു എഴുതും ഭക്ഷണം? അങ്ങനെ കിട്ടിയോ? എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് ഭക്ഷണം കിട്ടുന്നില്ല. ഓ പണിയായി. ഓ ഞാൻ ഇപ്പൊ ഓൺലൈൻ എഴുതാൻ സമയമില്ല. അതാ ടൈം ഓവർ ആവാൻ പോവാ. ഓക്കെ നമുക്ക് അന്നത്തെ എടുത്തുവോ? ഞാൻ ആദ്യമേ പേര് എഴുതിയിരിക്കുന്നത് ബിസിയാ. വസ്തു എന്നുള്ളത് ഡോള്. പിന്നെ ജീവിയുടെ പേര് ഡിയർ മാൻ. എത്രയാ എഴുതിയുള്ളൂ. ഈ എന്താ പറയാ, എന്റെ പേര് ഡോക്ടർ, സാധനം ഡോറ്, ജീവി ഡോങ്കി, സ്ഥലം ഡൽഹി. പക്ഷെ ലാസ്റ്റത്തെ എനിക്ക് പറയാനില്ല. പക്ഷെ ഞാൻ എഴുതിയിരിക്കുന്ന ഡോളോന്ന് എഴുതിയിരിക്കുന്നത്. അത് പറയാൻ പറ്റും. ഡോളോ ഭക്ഷണം ഞാൻ ഡോളോന്ന് എഴുതി. അത് പോകുമ്പോ മറിഞ്ഞു. ഡോളോന്ന് വെച്ചാൽ മരുന്ന്. അതാ അതേ കിട്ടുമോ എനിക്ക്. ഞാൻ പറയാണ്. പേര് ഡാനിയൽ. ഡാനിയലോ? ഞാൻ മറ്റേ അത് എഴുതാൻ വന്നേ. സാധനം ഡിസ്കോ ബോൾ. പിന്നെ ജീവി ഡിനോസർ. സ്ഥലം ഡെൻമാർക്ക്. ഭക്ഷണം ദാല്. എനിക്ക് ഒരെണ്ണം മാത്രം കിട്ടിയില്ല. അന്ന് എത്ര ശരിയുണ്ട്. എനിക്ക് ഒരു രണ്ട് വീഡിയോയുടെ ഗ്യാപ്പ് എന്നിട്ട് ഒരു പേപ്പർ എന്താ ഇത് എടുക്കാൻ ഇത്ര എഴുതിയിട്ട് പറയണ്ട. ഇപ്പൊ ഒന്നും തീരത്തില്ല പറയാൻ. ഓക്കെ നമുക്ക് അടുത്തെടുക്കാം. അടുത്ത അണ്ണനെ എടുക്കുന്ന കൊടുക്കാം. ഇപ്പൊ ശരിയാക്കി തരാന്ന് പറഞ്ഞ എഴുതുന്ന നോക്കട്ടെ. മലയാളത്തിലെ രായൻ നശ്വരമാണ്.
എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ അത് കിട്ടുന്നില്ല. ആ, എനിക്ക് കിട്ടിയത് രമാവതി, ഞങ്ങളുടെ അച്ചാമ്മയുടെ പേര്. പിന്നെ സ്ഥലത്തിന്റെ പേര് രാജസ്ഥാൻ. അത് കൊള്ളാം. പിന്നെ കഴിക്കുന്ന നമ്മള് ചോറിലൊക്കെ വെച്ചിരിക്കുന്ന രസം ഇല്ലേ, രസം. പിന്നെ ഞാൻ ഉള്ളവരുണ്ട്, പക്ഷെ അത് അംഗീകരിക്കുമെന്ന് അറിയത്തില്ല. ഞാനത് പറഞ്ഞെഴുതിയത് വസ്തുവല്ലേ, വസ്തു അല്ല സാധനം. സാധനം രോമം. സാധനം രോമം. രോമമൊക്കെ എടുത്തു നോക്കത്തില്ല. രോമം. നല്ല മാർക്ക്. നീ എന്താ പറയാ, ഈ രണ്ടെണ്ണം കിട്ടിയുണ്ട്. ഫസ്റ്റ് 7 ഫസ്റ്റ് പേര് കൊടുത്തേക്കുന്ന. പിന്നെ സാധനം രാഗിപ്പൊടി, അത്ര കിട്ടിയോളൂ. നീ ഞാൻ പിന്നെ എഴുതിയപ്പോ എന്റെ മൊത്തം തെറ്റായി, അവിടെ ഞാൻ ഒന്നും എഴുതിയില്ല. പേര് രമണൻ, സാധനം രൂപ, സ്ഥലം രാവണപുരം, ഭക്ഷണം രസം. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല. ഇപ്പൊ നിങ്ങളിപ്പോ ഒരേപോലെ പറഞ്ഞ ഇല്ല രസം. അണ്ണൻ എന്ത് എഴുതിയേ? രസം. ആ, അത് നിങ്ങൾ രണ്ടും പറ്റിക്കോ, ശരിയല്ലേ? അന്നേരം ടോട്ടൽ മാർക്ക് സൈഡിലോട്ട് കുത്തി ഇട്ടേരും. ഇനി അപ്പം നമുക്ക് ഞാൻ അല്ല അണ്ണ എടുക്കട്ടെ. എന്തോ ഉണ്ടാക്കിയാലും ഫസ്റ്റ് ഉദ്ഘാടനം ചെയ്യുന്ന പറയാ. എപ്പോ എല്ലാം ഉദ്ഘാടനം ചെയ്യണമെന്ന് പറയാൻ അതിൽ എന്തോ കിട്ടിയാലും ഫസ്റ്റ്, എന്തോ പണിഞ്ഞാലും ഫസ്റ്റ് അണ്ണനെ ഉദ്ഘാടനം ചെയ്യണം. അതാ അണ്ണന്റെ പ്രത്യേകത. പണിയാവും. പണിയായി. എനിക്ക് കിട്ടിയ പേര് വിനയചന്ദ്രൻ, വസ്തുവിന്റെ പേര് വിമാനം, പിന്നെ മറ്റേ സ്ഥലപ്പേര് വാമനപുരം. അത്രയാണ് എനിക്ക് കിട്ടിയത്. എന്താ പറയാൻ, ഞാൻ അവിടെ പോയിരുന്ന എഴുതിയെ. ഞാൻ പറയാം, എനിക്ക് ആ സമയമൊന്നും കിട്ടിയില്ല. എന്റെ ഫസ്റ്റ് പേര് വിനായകൻ. പിന്നെ ഞാൻ പിന്നെ ഫസ്റ്റ് സാധനം കൊടുത്ത് വെഹിക്കിള് പറ്റൂ. വെഹിക്കിള് പറ്റും. പിന്നെ ബാക്കി ഞാൻ മറ്റേതൊന്നും ഞാൻ ജീവിയും പിന്നെ ഭക്ഷണം എഴുതിയില്ല. ഞാൻ സ്ഥലം വേമ്പനാട് എഴുതി. അതൊക്കെ ശരിയല്ലേ? ഈ അണ്ണനെ പേര് വരുൺ, സാധനം വിമ്മ്, സ്ഥലം വിയറ്റ്നാം, ഭക്ഷണം വാഴപ്പിണ്ടി തോരൻ. ഇല്ല, വാഴപ്പിണ്ടി തോരൻ, അത് കറക്റ്റ്. വാഴപ്പിണ്ടി തോരൻ അത്ര ഇംഗ്ലീഷ് എനിക്ക് വാഴയുടെ ഇംഗ്ലീഷ് എന്ത്? വാഴയുടെ ഇംഗ്ലീഷ് എന്ത്? മറ്റേ ബനാന ട്രീ. വാഴയ്ക്ക് ഇംഗ്ലീഷ് പറയുന്നത് ബനാന ട്രീ. പിന്നെ ബനാന ട്രീ എന്നാണ് ഇംഗ്ലീഷ് പറയുന്നത്. കുഴപ്പമില്ല, ബനാന ട്രീ. കൂടുതൽ മാർക്കുള്ള നോക്കാം ഫൈനലായിട്ട്. എന്റെ ഫുള്ളി ടോട്ടൽ കൂട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് അണ്ണന്റെ പറ. എന്റെ ടോട്ടൽ കൂട്ടിയപ്പോ 16. നീ എന്റെ പറയുന്നൊരു അണ്ണന്റെ പറയട്ടെ. അണ്ണന്റെ ആ പോനെ പകുതി ഇംഗ്ലീഷ് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് അത്യാവശ്യം കൂടി കാണും. 26. ഓ, പൊട്ടിച്ചിരിക്കുന്നു. എനിക്കാണെങ്കിൽ 21. അന്നേരം അണ്ണനാണ് ഫസ്റ്റ്. സെക്കൻഡ് അണ്ണാന്റെ ഞാൻ സെക്കൻഡ്. പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനിയും ഞങ്ങൾ ഇത്തരത്തിലുള്ള ചാലഞ്ചായ വീഡിയോകൾ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ